അല്ല, അത് കേരള കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായം പറയേണ്ടത് കേരള കോൺഗ്രസ് തന്നെയാണ്. വേറെ UDF നേതാക്കന്മാരോ LDF നേതാക്കന്മാരോ അല്ല പറയേണ്ടത്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവരിത് തുടരുകയാണ്, ഉറച്ചു നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ എല്ലാ നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ നിലപാട് കേരള കോൺഗ്രസ് ചെയർമാൻ, സ്റ്റേറ്റ് ചെയർമാൻ ശ്രീ ജോസ് കെ മാണി തന്നെ ഇവിടെ പത്രക്കാരോടും വിശദീകരിച്ചിട്ടുണ്ട്. ഈ നാടിൻ്റെ മുമ്പിലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാടാണ് അവർ തുടരുന്നത്. ഇന്നത്തെ മുന്നണി യോഗത്തിൽ അവർ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ? സതീശന്റെ ജാഥയും ഇതുമായിട്ട് എന്താ ബന്ധം? CPIM പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നത് അതിന്റെ ഒരു സംഘടനാപരമായ പ്രക്രിയയുടെ ഭാഗമാണ്. അതൊരാൾക്ക് മെമ്പർഷിപ്പ് പുതുക്കാനും പുതുക്കാതിരിക്കാൻ അവകാശം ഓരോ അംഗത്തിനുമുണ്ട്. അതും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനോ അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളായിട്ടൊന്നും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കൽ നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമേ മെമ്പർഷിപ്പ് പുതുക്കുന്ന പ്രക്രിയ അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതൊന്നും പൂർത്തീകരിക്കാതെ, മെമ്പർഷിപ്പിന്റെ സ്ക്രൂട്ടിനി പൂർത്തീകരിക്കാതെ പാർട്ടി മെമ്പർഷിപ്പിന്റെ എന്താണ് നില എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ നില. നിങ്ങൾ മിക്കവാറും ദിവസം കാണുന്നല്ലേ, അദ്ദേഹം ഇതിനെല്ലാം വിശദീകരണം നടത്തുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം കണ്ടില്ല എന്ന് തോന്നുന്നില്ല. ഇന്ന് പത്രസമ്മേളനം, നാളെ കാണും. അപ്പൊ അദ്ദേഹം തന്നെ വിശദീകരിക്കും എന്താണ് നില. ഒരാളെയും താഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ വില കുറച്ചിട്ടോ സമീപിക്കുന്ന പ്രശ്നം പാർട്ടിക്കില്ല, പാർട്ടി നേതൃത്വത്തിനില്ല. ആ നിലപാടാണ് ഗോവിന്ദ മാഷും പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അല്ല, അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് മാറി നിൽക്കാം, പാർട്ടി അനുഭവം തുടരാം. അങ്ങനെ എത്രയോ ആളുകളില്ലേ പാർട്ടി മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു പോയ ആളുകളെല്ലാം പാർട്ടിക്ക് വിരുദ്ധരായിട്ടൊന്നുമില്ല, ഒരു പാർട്ടിയുടെ ഭാഗമായി തന്നെ തുടരുന്നുണ്ട് മഹാഭൂരിപക്ഷം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെടുന്ന വിഷയമല്ല, പാർട്ടിയുമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. അത് പാർട്ടി സെക്രട്ടറി തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കും. LDF ബാധിക്കാനൊന്നും പോകുന്നില്ല. LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനത്തോട് എന്തെങ്കിലും ഭിന്നത ആരെങ്കിലും പ്രകടിപ്പിച്ചതായി എന്റെ ശ്രദ്ധയിലില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ യോജിച്ച നിലപാട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ആ തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കും ഒരു കാര്യവും ബാധിക്കുന്നതല്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ നില. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. തുടരുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഒറ്റയും പൂർത്തീകരിച്ചില്ല എന്നാ ഞാൻ പറയുന്നത്. ചർച്ച പൂർത്തീകരിച്ചിട്ടില്ല. വിവിധ പാർട്ടികളുമായിട്ടുള്ള ചർച്ച നല്ല വിജയകരമായിട്ടാണ് മുന്നോട്ട് പോയത്. ചില നീക്കുപോക്കുകളൊക്കെ ചില സമയത്ത് ഉണ്ടാക്കേണ്ടി വരും. അത് വീണ്ടും ആലോചിക്കേണ്ടി വരും, വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. അത്രേ പ്രശ്നമുള്ളൂ. കാര്യമായിട്ടുള്ള ഒരു വിഷയമില്ല. അത് ഞങ്ങൾ തീരുമാനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നിപ്പം ഇന്നോ നാളെയോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന നില വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പറയുമായിരുന്നു. ഞാൻ പറയാനുള്ള എല്ലാ കടലാസും എൻ്റെ അടുത്ത് റെഡിയാ. അതുകൊണ്ട് ഇതൊന്നും ആരും സ്വകാര്യമായിട്ട് ചിത്രം എടുത്തുകൊണ്ട് പോയിക്കളല്ലേ. ഏത് പരസ്യമായ എല്ലാ പ്രവർത്തനങ്ങളും തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷമേ നടക്കുള്ളൂ. അങ്ങനെയുള്ളൊരു നിലപാടാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിക്കുന്നത്. ശരി, ഓരോ പാർട്ടിക്കും എത്ര മണ്ഡലങ്ങൾ എന്നുള്ളത് മുന്നണി തീരുമാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടിയും അതത് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതാണ് സാധാരണ രീതി. അല്ല, അതൊക്കെയാണ് പരിശോധന. അങ്ങനെ എന്തെങ്കിലും നീക്കുപോക്കുണ്ടോ ഇല്ല എന്നുള്ളത് പരസ്പരം ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം പറയും. ആരാത്? ആന്റണി രാജുവിന്റെ ഒരു കേസ് നിലനിൽക്കാം. ആ കേസിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കട്ടെ. അതിനുശേഷമേ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കാൻ കഴിയും. ഈ കേരള കോൺഗ്രസ് കുറെ ഉണ്ടേ, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്.